എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്നത് കടലപ്പരിപ്പ് ചൊവ്വരി പായസമാണ്. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. ഇതിന് കടലപ്പരിപ്പ് 1/2 കപ്പ് കഴുകി വെള്ളമൊഴിച്ച് 1 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. അതുപോലെ 1/4 കപ്പ് ചൊവ്വരിയും കഴുകി വെള്ളമൊഴിച്ച് 1 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. 1 മണിക്കൂർ കൊണ്ട് ചൊവ്വരിയും കടലപ്പരിപ്പും നല്ലപോലെ കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം പരിപ്പും ചൊവ്വരിയും മുങ്ങിക്കിടക്കത്തക്കവണ്ണം ഒഴിക്കണം. ഏകദേശം 2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി കുക്കർ അടച്ച് 3 വിസിൽ വരെ വേവിക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം കുക്കർ തുറക്കുക. പരിപ്പും ചൊവ്വരിയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല. ഇനി ഇത് ചൂടോടെ ഒന്ന് ഉടച്ചു കൊടുക്കുക. പകുതി പരിപ്പ് ഉടയാതെ കിടക്കും. അങ്ങനെയാണ് ഈ പായസത്തിൽ വേണ്ടത്. ഇടയ്ക്ക് പായസത്തിൽ കടിക്കാൻ കിട്ടണം. അതാണ് സ്വാദ്. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. പൊടിച്ച ശർക്കരയാണ് നമ്മൾ ചേർക്കുന്നത്. നിങ്ങൾ സാധാ അച്ച് ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കിലോ ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് ഒഴിക്കുക. ശർക്കരയിൽ കല്ലും മണ്ണും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഡയറക്റ്റായി ചേർക്കുക. ഇനി ഇത് കുറച്ചുകൂടി വായ്വട്ടമുള്ള പാത്രത്തിലേക്ക് മാറ്റി ഗ്യാസിൽ വയ്ക്കുക. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് കാച്ചി ആറിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് തിളയ്ക്കണം. ഏലയ്ക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് സിമ്മിൽ വറുക്കുക. അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ മുന്തിരിങ്ങയിട്ട് വറുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മൂത്ത് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യോടുകൂടി പായസത്തിൽ ചേർക്കുക. നല്ല സ്വാദിഷ്ടമായ കടലപ്പരിപ്പ് ചൊവ്വരി പായസം റെഡി. നിങ്ങൾ ഇതിനു മുമ്പ് ഈ രീതിയിൽ ഈ പായസം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടമാകും. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്തും ഇതുണ്ടാക്കാം. സിമ്പിൾ ആൻഡ് ടേസ്റ്റി കടലപ്പരിപ്പ് ചൊവ്വരി പായസം റെഡി. ഇന്നത്തെ റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.